ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരുപാട് പേരുടെ ഒരു സംശയം ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ KTET പരീക്ഷയൊക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു അല്ലേ? കഴിഞ്ഞ മാർച്ചിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷ കഴിഞ്ഞു. മെയ് മാസത്തിൽ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു. ഇപ്പോൾ വെരിഫിക്കേഷൻ്റെ സമയമാണ്. ഓരോ ജില്ലകളിലും, അതായത് വിദ്യാഭ്യാസ ഉപജില്ലകളിലെ DO ഓഫീസുകളിൽ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏത് ഉപജില്ലയിലാണോ പരീക്ഷ എഴുതിയത്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പരീക്ഷ എഴുതിയത് ആ ഭാഗത്തുള്ള പത്രത്തിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ വെരിഫിക്കേഷനുള്ള ടൈമും അതുപോലെ ഡേറ്റും ഒക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ പത്രത്തിലുണ്ടാകും. അപ്പോൾ പത്രം എല്ലാവരും കറക്റ്റായിട്ട് വായിക്കുക. പത്രത്തിൽ കൂടെയാണ് ഈ ഇൻഫർമേഷൻ എല്ലാം അറിയിക്കുക എന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ പരീക്ഷാഭവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്രം എല്ലാവരും കറക്റ്റായിട്ട് നോക്കുക. നിങ്ങളുടെ ആ ഏരിയയിൽ, നിങ്ങളുടെ പരീക്ഷാഭവൻ്റെ ഭാഗങ്ങളിൽ എപ്പോഴാണ് വെരിഫിക്കേഷൻ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് അതുവഴിയാണ് സാധിക്കുക. അപ്പോൾ കുറച്ച് പേരുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കയ്യിൽ എന്തില്ല, ഹാൾ ടിക്കറ്റ് ഇല്ല. ഹാൾ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഹാൾ ടിക്കറ്റ് കോപ്പി കൊണ്ടു കൊടുത്താൽ പോരാ അല്ലെ? വെരിഫിക്കേഷന് സമയത്ത് ഏത് ഹാൾ ടിക്കറ്റ് ആണ് വേണ്ടത്? ഇൻവിജിലേറ്റർ, പരീക്ഷാ സമയത്ത് ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത ഹാൾ ടിക്കറ്റ് ഹാജരാക്കണം വെരിഫിക്കേഷന്റെ സമയത്ത്. അതില്ല എങ്കിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ പൂർണ്ണമാവില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇനി ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത ഹാൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്ത് ചെയ്യും എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇതുപോലെ ഹാൾ ടിക്കറ്റ്, ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത ഹാൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയവരെ എന്ത് ചെയ്യണം? അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരീക്ഷാഭവനിൽ ഒരു അപേക്ഷ സമർപ്പിക്കണം. ആ അപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ KTETന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ അപേക്ഷയുടെ ഒരു പകർപ്പ് നിങ്ങൾ പ്രിന്റ് എടുത്തിട്ടുണ്ടാകും അല്ലേ? നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു അപേക്ഷയുടെ പകർപ്പ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ID-യും അതുപോലെ ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൾ ടിക്കറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് പരീക്ഷാഭവന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഡൗൺലോഡ് ചെയ്തെടുത്ത ആ ഒരു ഹാൾ ടിക്കറ്റിന്റെ കോപ്പി, അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ പാസ്സായി, ക്വാളിഫൈഡ് എന്ന് എഴുതി കാണിക്കുന്ന ആ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അതിന്റെ കോപ്പി. അപ്പൊ ഈ 3 കോപ്പികളും അതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു അപേക്ഷയും, നിങ്ങൾ സൈൻ ചെയ്ത ഒരു അപേക്ഷയും. ആ അപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിരിക്കണം? നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങൾ എന്താണോ പേര് കൊടുത്തത് നിങ്ങളുടെ ഫുൾ നെയിം കറക്റ്റായിട്ട്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിലൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള പേര്, കറക്റ്റായിട്ട് തെറ്റില്ലാതെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങൾ ഏത് കാറ്റഗറിയാണ് അപ്ലൈ ചെയ്തത്, ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്, ആ ഒരു ഡീറ്റെയിലുകൾ, അതുപോലെ ആപ്ലിക്കേഷൻ ID-യും ആപ്ലിക്കേഷൻ നമ്പറും കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ സ്വന്തമായി സൈൻ ചെയ്ത ഒരു അപേക്ഷ ഇതിനോടൊപ്പം വേണം. ഇത് കൂടാതെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ചലാൻ, ട്രഷറിയിൽ നിന്ന് നിങ്ങൾ എടുത്ത ഒരു ചലാൻ വേണം. ആ ചലാൻ്റെ നമ്പർ, എന്ത് ഹെഡിലാണ് ആ ഒരു ചലാൻ എടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. 020201 10292 അതർ റെസിപ്റ്റ് എന്ന് പറയുന്ന ഹെഡിൽ ഉള്ള ഒരു ചലാൻ നിങ്ങൾ എടുക്കണം. ആ ചലാൻ്റെ ഒറിജിനൽ സഹിതമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അപേക്ഷയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ചലാൻ, ഇപ്പം നിങ്ങൾ 2 KTET എഴുതിയിട്ടുണ്ട്, KTET 1ഉം 2 എഴുതിയിട്ടുള്ളവരാണെന്ന് വിചാരിക്കാം. രണ്ടിൻ്റെയും ഹാൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി, ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത 2 ഹാൾ ടിക്കറ്റും നഷ്ടപ്പെട്ടു പോയി എങ്കിൽ 2 ചലാൻ നിങ്ങൾ എടുക്കണം. 100 രൂപയുടെ ചലാനാണ് നിങ്ങൾ എടുക്കേണ്ടത്. 2 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് 2 ചലാൻ എടുത്തിട്ട് 2 അപേക്ഷയായി നിങ്ങൾ സമർപ്പിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ചലാൻ വേണം. ആ ചലാൻ്റെ ആ ഒരു ഹെഡ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം, 020201 10292 അതർ റെസിപ്റ്റ് എന്ന് പറയുന്ന ഹെഡിലാണ് നിങ്ങൾ ചലാൻ ട്രഷറിയിൽ പോയിട്ട് അടയ്ക്കേണ്ടത്. അതിൻ്റെ ഒറിജിനൽ, ചലാൻ്റെ ഒറിജിനൽ. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് എന്ത് വേണം? ആ ഹാൾ ടിക്കറ്റിന്റെ കോപ്പി വേണം അല്ലെ? പരീക്ഷാഭവൻ നിങ്ങൾക്ക് അയച്ചു തരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സെൽഫായിട്ടുള്ള അഡ്രസ്സ് എഴുതിയ, നിങ്ങളുടെ സ്വന്തം അഡ്രസ്സ് എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു കവർ കൂടി അതിന് കൂടെ ഉൾപ്പെടുത്തണം. ആ കവറിന്റെ സൈസ് എന്ന് പറയുന്നത് 9x24 സെന്റിമീറ്ററിലുള്ള
ആ ഒരു നോർമൽ കവർ, നമുക്ക് സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അങ്ങനെയുള്ള ഒരു കവറും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഇവയെല്ലാം കൂടി അറ്റാച്ച് ചെയ്തിട്ട് വേണം ആർക്ക് അയച്ചു കൊടുക്കാനായിട്ട്? പരീക്ഷാ ഭവനിലേക്ക് അയച്ചു കൊടുക്കാൻ. അപ്പം നിങ്ങൾ അയച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ എന്തൊക്കെ വേണം? അപേക്ഷ, നിങ്ങൾ എഴുതി തയ്യാറാക്കിയ ഒരു അപേക്ഷ ഉണ്ടായിരിക്കണം. നിങ്ങൾ KTETന് അപ്ലൈ ചെയ്തതിൻ്റെ പകർപ്പ് വേണം, ഹാൾ ടിക്കറ്റിൻ്റെ പകർപ്പ് വേണം, അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ പകർപ്പ് വേണം, ഒറിജിനൽ ചലാൻ വേണം അല്ലേ, ട്രഷറിയിൽ നിങ്ങൾ എടുത്ത ഒറിജിനൽ ചലാൻ വേണം, നിങ്ങളുടെ അഡ്രസ്സ് എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു കവറും വേണം. ഇതെല്ലാം കൂടി നിങ്ങൾ എങ്ങോട്ട് അയച്ചു കൊടുക്കണം? പരീക്ഷാ ഭവനിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ പരീക്ഷാ ഭവൻ്റെ അഡ്രസ്സ് ഇതിൻ്റെ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു സ്ക്രീനിൽ ഈ അഡ്രസ്സ് എഴുതി വെച്ചിട്ട് ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു അപേക്ഷ അയച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ അപേക്ഷ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പരീക്ഷാ ഭവനിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ആ ഡ്യൂപ്ലിക്കേറ്റ് ഹാൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടുപോയാൽ നിങ്ങളുടെ വെരിഫിക്കേഷൻ നടക്കുമോ? ഇല്ല. ആ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആ കയ്യിൽ ഹാൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷ എഴുതിയത്, KTET പരീക്ഷ എഴുതിയത്, ആ സ്കൂളിലെ പ്രിൻസിപ്പാളെ പോയി കണ്ട് ആ ക്ലാസ്സിൽ നിങ്ങളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ആ ഇൻവിജിലേറ്ററെ കൊണ്ട്, പ്രിൻസിപ്പാളെ കൊണ്ടല്ല ഇൻവിജിലേറ്ററെ കൊണ്ട് ആ ഒരു ഹാൾ ടിക്കറ്റിൽ സൈൻ വാങ്ങണം. ഇപ്പം നിങ്ങൾ K1 ഉം K2 എഴുതി, KTET 1 ഉം 2 എഴുതിയവരാണ് എങ്കിൽ രണ്ടിനും വേറെ വേറെ, ഒരാളെ കൊണ്ടല്ല. KTET 1 എഴുതിയപ്പോൾ ആരായിരുന്നു ഇൻവിജിലേറ്റർ, അതിലും KTET 2 എഴുതുമ്പോൾ ആരായിരുന്നു ഇൻവിജിലേറ്റർ, അങ്ങനെ കറക്റ്റായിട്ട് ഇൻവിജിലേറ്ററെ കൊണ്ട് ഒപ്പിടിപ്പിക്കണം. എന്നിട്ട് ഈ ഒരു ഹാൾ ടിക്കറ്റും കൊണ്ടുവേണം നിങ്ങൾ എങ്ങോട്ട് പോകാനായിട്ട്? വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ ഉപജില്ലയിലെ DO ഓഫീസിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഹാൾ ടിക്കറ്റ്, ഇൻവിജിലേറ്റർ സൈൻ ചെയ്ത ഹാൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയവർ ഇതാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിനുള്ള ഒരു സൊല്യൂഷൻ കിട്ടും. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഹാൾ ടിക്കറ്റ് വരും. അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പോയി സൈൻ വാങ്ങി നിങ്ങളുടെ കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾക്ക് വെരിഫിക്കേഷനായിട്ട് DO ഓഫീസിൽ ഹാജരാവാൻ സാധിക്കുന്നതാണ്. അപ്പം ആർക്കെങ്കിലും ഇതുപോലെ ഹാൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടു പോയി എന്നുണ്ടെങ്കിൽ ചാൻസ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വെരിഫിക്കേഷൻ ഇനി വീണ്ടും KTET എഴുതണോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ ആരും വിചാരിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷനാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷ ചലാൻ എടുത്ത് അപേക്ഷ സമർപ്പിക്കുക. എന്നിട്ട് വെരിഫിക്കേഷന് നിങ്ങളുടെ വിദ്യാഭ്യാസ ഉപജില്ലയിൽ എന്തായാലും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ പഠനം നമ്മുടെ അവസാനിക്കുന്നില്ല അല്ലേ. നമുക്ക് ഒരു സങ്കടത്തിലിരിക്കുന്ന കുറേ പേരുണ്ടായിരുന്നു. ഹാൾ ടിക്കറ്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോയി, ഇനി എന്ത് ചെയ്യണം എന്നാലോചിച്ച്. ഇനി മുന്നോട്ട് KTETന് തന്നെ പഠിക്കണോ അതോ ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് LPSC UPSCക്ക് വേണ്ടി പഠിച്ചു തുടങ്ങാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സന്തോഷ വാർത്തയാണ്. ഒരിക്കലും നിരാശപ്പെടേണ്ട. LPSC UPSC പഠനം നിങ്ങൾക്കും തുടരാവുന്നതാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ ബാച്ചുകളെയും പോലെ തന്നെ മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്